മാങ്കൂട്ടത്തിനെതിരെ ചീമുട്ട എറിയുന്നു, കോൾ ട്രോഫി കൊടുക്കുന്നു, എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? എന്നിട്ട് ഇതിനൊക്കെ പറയുന്ന പേര് ജനവിധി പ്രകാരമാണ്, അല്ലെങ്കിൽ ജനത്തിന്റെ പ്രതിരോധമാണ് ഈ കാണിക്കുന്നത്. ആദ്യമായിട്ട് നടക്കുന്ന പീഡനം ഒന്നുമല്ലല്ലോ ഇത്. അല്ലെങ്കിൽ തന്നെ ഇതിനെങ്ങനെ പീഡനം എന്ന് പറയുന്നത്? സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഉഭയകക്ഷി സമേതമുള്ള, അതായത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്പ്, സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കുകയാണെങ്കിൽ അത് ഒരിക്കലും പീഡനമല്ല. ഇത് അങ്ങനെ ഒരു സംഭവത്തിൽ പെടുന്നതാണ്. എന്നിട്ട് ഇതിനെ പീഡനം എന്ന് മുദ്ര കുത്തുന്നു. ആ സ്ത്രീയുടെ സമ്മതപ്രകാരമുള്ള റിലേഷൻഷിപ്പാണ്. അതെങ്ങനെയാണ് ഒരു പീഡനത്തിൽ വന്ന് ചേരുന്നത്? ഞാനും ഒരു ഭാര്യയാണ്, പക്ഷേ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ഞാൻ ഒരു MLA-യോട് പോയി പറയുന്നു. അപ്പം ഈ MLA എന്നോട് പറയണേ, നീ ഒരു ഹോട്ടലിൽ റൂം എടുക്കുക, അവിടെ വെച്ചിട്ട് നമുക്ക് പ്രശ്നം പരിഹരിക്കാമെന്ന് പറയും. എന്നും പറഞ്ഞ് ഞാൻ അതേപോലെ തന്നെ പോയി റൂം എടുത്തിട്ട് ആ MLA-നെ അങ്ങോട്ടേക്ക് വിളിച്ച് കയറ്റുമ്പോഴത്തേക്ക് എന്നെ പറയുന്ന പേരെന്താ? എന്നെ പറയുന്ന പേര് വേറെ. സ്ത്രീകൾക്ക് ആർക്കും തന്നെ ഈ മാരീഡ് കഴിഞ്ഞിട്ട് അവിഹിതത്തിന് പോകുന്ന സ്ത്രീകളുടെ കൂടെ ആർക്കും തന്നെ നിൽക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവർ പറയുമായിരിക്കും അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ശരിയാണ്, അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ഒരു 10-35 വയസ്സുള്ള അവിവാഹിതനായ ഒരു യുവാവാണ് അദ്ദേഹം. അപ്പോൾ അവർക്കും ഉണ്ടാവും വികാരങ്ങളും കാര്യങ്ങളും. അതിന് നമ്മൾ സ്ത്രീകൾ അതിന് മുതലെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുള്ള കാര്യമാണ്. എന്നിട്ട് ഈ സ്ത്രീയുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴത്തേക്കും പോയി പരാതി കൊടുക്കാം. ഇതിനെയാണ് പീഡനം എന്ന് പറയുന്നത്. അതാണ് പീഡനോട് എന്തിനാണ് ഇത്രയും പ്രതികാരം വെച്ച് പുലർത്തുന്നത്? നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന കേസൊന്നും അല്ലല്ലോ ഇതിലും. ഈ 35 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ചെയ്തപ്പോൾ ഇത്രയും വലിയ കുറ്റം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 50ഉം 80ഉമായ വിവാഹിതരായ ആൾക്കാർ ഇപ്പോഴും ഈ പണിക്ക് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊന്നും വലിയ പ്രശ്നമല്ലേ? ഇയാൾക്ക് എതിരെ മാത്രം ചീമുട്ടിയേറും, കോഴി ട്രോഫി കൊടുക്കണം, എന്തൊക്കെ തോന്നിവാസനങ്ങളെ കാണിച്ചു. ഒരു കേസിന്റെ പേരിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾ ശബരിമല കേസ് മറക്കുമെന്നാണ് വിചാരം. അങ്ങനെ ഒരു ചിന്തയും ആർക്കും ഈ പീഡനം, ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതുപോലെ തന്നെ ഈ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി പിടികിട്ടാപ്പുള്ളിയൊന്നും അല്ലല്ലോ. ഈ നാട്ടിൽ തന്നെ ഉണ്ടായ ഒരു വ്യക്തി തന്നെയല്ലേ. എന്തൊരു ശുഷ്കാന്തിയായിരുന്നു പോലീസിന് ഇയാളെ പിടിക്കാനായിട്ട്. രാത്രി 12:30 പോയിട്ട് റെയ്ഡ് ചെയ്യുക. എന്തൊരു ശുഷ്കാന്തിയാ. ഈ ശുഷ്കാന്തിയൊക്കെ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സുകുമാരക്കുറുപ്പിന്റെ കേസിലൊക്കെ കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഈ ചീമുട്ടയേറും ഈ കോൾ ട്രോഫി കൊടുക്കലൊന്നും ഒരിക്കലും ജനങ്ങളുടെ വികാരമേ അല്ല. ഇതൊക്കെ പാർട്ടിപരമായിട്ടുള്ള വികാരങ്ങൾ, അല്ലാതെ ഇതിലൊന്നും ജനങ്ങൾക്ക് യാതൊരു കൂട്ടുന്നതിൽ കൂടെ ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് സപ്പോർട്ടായിട്ടേ ചെല്ലത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ മാങ്കൂട്ടത്തിനെ നേരിട്ട് കണ്ടിട്ടും കൂടി ഇല്ല. ഈ വാർത്തകൾ, ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ കൂടുതൽ എടുത്തറിയാൻ തുടങ്ങിയത് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട്. പക്ഷെ ഇപ്പോൾ ഇത് കേട്ടിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറയുന്ന വ്യക്തി കുറ്റക്കാരനാണെങ്കിൽ ഈ കാണിക്കുന്ന, അതായത് ഈ പരാതി കൊടുക്കുന്ന ഈ അതിജീവിതകൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഈ സ്ത്രീകളും കുറ്റക്കാരിയാണെന്ന് പറയുന്നത്. സ്ത്രീകളാണോ അതിജീവിത എന്നും പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നത്? ഇതൊന്നും അതിജീവിതയല്ല, ഇതൊക്കെ അവിഹിതങ്ങളാണ്. അവിഹിതം തെറ്റാണെങ്കിൽ അവരെ കോടതി ശിക്ഷിക്കട്ടെ, അല്ലാതെ ഈ വെകളിത്തരം കാണിച്ചു കൂട്ടുന്ന മീഡിയാസും പാർട്ടിക്കാരും അല്ല ശിക്ഷിക്കേണ്ടത്.